ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എപ്പിസോഡ് 4 സ്റ്റാർട്ട് ചെയ്യുന്നത് ചാർലിയുടെ അമ്മ ഇവരുടെ ഫ്ലാറ്റിലേക്ക് വരുന്നതും ചാർലി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ അവിടെ ഉണ്ടായിരിക്കില്ല. പുറത്ത് കീ കണ്ടിട്ട് അമ്മയാണെങ്കിലോ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അമ്മ ഡോറ് തുറന്ന് നോക്കുന്ന ടൈമിൽ അത് ആരായിരിക്കും? ജീനയുടെ സിസ്റ്റർ, അതായത് ജിയൂന ഇതുവരെ മരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ജിയൂനയാണെങ്കിൽ ആൻറ്റി എന്നെ ഓർമ്മയില്ലേ, അന്ന് കണ്ടില്ലേ 809 ദയവ് ചെയ്ത് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ടൈമിൽ ഈ ലേഡിക്കാണെങ്കിൽ ബോധവും ഇല്ലല്ലോ. ഇവരാണെങ്കിലോ ഇവളുടെ കയ്യിലെ ബ്രേസ്ലെറ്റോ എന്തോ ഒന്ന് പൊട്ടിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നതും മറ്റുള്ളവരുടെ വീട്ടിൽ വന്ന സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്ന് അറിയില്ലേ എന്ന് പറഞ്ഞ് ആ ഡോറ് ക്ലോസ് ചെയ്തു പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിൻസു ആണെങ്കിലോ ജീനേനെയും കൊണ്ടിട്ട് ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഇവർ ലിഫ്റ്റിന്റെ അവിടെ നിൽക്കുന്ന ടൈമിൽ ലിഫ്റ്റിൽ മറ്റൊരു കപ്പിൾ കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവരാണെങ്കിൽ നല്ല റൊമാൻറ്റിക് ആയിട്ടൊക്കെ പെരുമാറുമ്പോൾ ഇത് കാണുന്ന മിൻസു ആണെങ്കിൽ നമുക്ക് സ്റ്റെയർ വഴി പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിന്, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവർ ലിഫ്റ്റിലേക്ക് കയറുന്നതും ഇവരിങ്ങനെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ മിൻസുവിന് നല്ല നാണക്കേടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മിൻസു ഇവളെ കൊണ്ടുപോകുന്നത് മിസ്റ്റർ 5 എന്ന് പറയുന്ന ഒരാളുടെ അടുത്തേക്കായിരിക്കും കേട്ടോ. അതായത് 5 പ്രാവശ്യം കുറ്റകൃത്യം ചെയ്തിട്ടും ഇയാളെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ഇയാളും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇതുപോലെ ഹാക്ക് ചെയ്യാൻ നല്ല മിടുക്കനാണ്. അങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇയാൾ അതൊക്കെ ചെയ്തു തരാറുണ്ടെന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന മിസ്റ്റർ 5 അയ്യോ അത് സാർ തമാശയ്ക്ക് വിളിക്കുന്നത്, എൻ്റെ ശരിക്കുള്ള പേര് അതല്ല, ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ടത്, ഒന്നില്ലെങ്കിൽ ഇനി ബന്ധമൊക്കെ വേണ്ടതല്ലെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന മിൻസു ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അതായത് മിസ്റ്റർ 5ന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരിക്കുക. പറഞ്ഞല്ലോ ഇവൻ ഹാക്ക് ചെയ്യാൻ നല്ല മിടുക്കനാണ്. അപ്പോൾ റോസ് മെൻഷനിലെ അപ്പാർട്ട്മെന്റിലെ എല്ലാ CCTV ഫൂട്ടേജും ഇവരോട് ഹാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇവൻ ആ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാ CCTV ഫൂട്ടേജിന്റെ ഡീറ്റെയിൽസും ഇവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവളുടെ കിളി പോകുന്നുണ്ട്. അത്രയ്ക്കും അടിപൊളിയായിട്ടായിരിക്കും കേട്ടോ ഇവന്റെ കയ്യിൽ ആ ഒരു മൊത്തം ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുക. ഈ റോസ് മെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവർ താമസിക്കുന്ന ആ ബിൽഡിംഗ് മാത്രമല്ല, ചുറ്റും ഒരു 3-4 ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ആ ബിൽഡിങ്ങിനൊക്കെ തന്നെ 116, 17, 18 എന്ന നമ്പറും ഉണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ജീനയുടെ അച്ഛനാണെങ്കിൽ ഈ കില്ലറിനെ ഫോളോ ചെയ്യായിരിക്കുമല്ലോ. അപ്പൊ ഈ കില്ലർ ആണെങ്കിലോ ഈ പതിവ് പോലെ കാറ്റിന് ഫുഡ് കൊടുക്കാൻ വരുന്നതും അവിടെ ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട്. അതായത് ചെറുപ്പത്തിൽ ഈ കില്ലർ ആണെങ്കിൽ ഇയാളുടെ ഫിഷ് ടാങ്ക് എന്തോ നിലത്ത് വീണ് പൊട്ടുന്ന ടൈമിൽ അതിൽ മീനിനൊക്കെ പിടിച്ചിടാൻ നോക്കുന്നതും അങ്ങോട്ട് വരുന്നൊരു പൂച്ചയാണെങ്കിൽ ഇതിലത്തെ ഒരു മീനിനെ അങ്ങ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അന്നത്തെ കുട്ടിയായിരുന്ന ഈ കില്ലർ ആണെങ്കിൽ ആ മീൻ എനിക്ക് തിരിച്ചു താ എന്ന് പറഞ്ഞ് ഈ പൂച്ചയുടെ പിന്നാലെ ഓടുന്നതൊക്കെയാണ് കാണിക്കുന്നത്. എന്തായാലും ഈ കില്ലർ ആണെങ്കിൽ ഈ ക്യാറ്റിന് ഫുഡ് കൊടുക്കുന്നതും അതിനുശേഷം ഈ ഫുഡ് കൊടുത്ത ഈ ക്യാറ്റിനെ കത്തി കൊണ്ട് ഒരുപാട് കുത്തി കൊല്ലുന്നതുമാണ് കാണിക്കുന്നത്. ഇത് കാണുന്ന ജീനയുടെ അച്ഛന് നല്ല പേടിയാകുന്നുണ്ട് കേട്ടോ. അത് എന്ത് മനുഷ്യനെന്ന് അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ജീനയും മിൻസും ഒക്കെ കൂടിയിട്ട് എല്ലാ CCTV ഫൂട്ടേജും ചെക്ക് ചെയ്യുന്ന ടൈമിൽ തന്റെ ചേച്ചി ജോലി കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് വന്ന ഒരു ഫൂട്ടേജ് ഇവള് കാണുന്നുണ്ട് കേട്ടോ. പോലീസ് സ്റ്റേഷനിലാണെങ്കിലും മിൻസുവിന്റെ സീനിയർ ഈ ലേഡിയോട് മിൻസു എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നതും ഇവൾക്ക് സംഭവമൊക്കെ അറിയാന്നുണ്ടെങ്കിൽ ഇവളൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ സീനിയർ ആണെങ്കിലോ ടേബിളിന്റെ മുകളിൽ ഫയൽ കാണുമ്പോൾ ഇവന് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മിൻസു പോയിരിക്കുന്നതെന്ന്. അപ്പൊ ഇയാളാണെങ്കിൽ ചൂടാകുന്നതും ഇവളാണെങ്കിൽ അപ്പൊ തന്നെ ഇത് മിൻസുവിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഇവനാണെങ്കിലോ അതെ എനിക്ക് ഓഫീസിലേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്ന ടൈമിലാണ് വേറൊരു ഫൂട്ടേജ് ഇവള് കാണുന്നത്. അതായത് ഇത് മിൻസുവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചേച്ചി തലേ ദിവസം രാത്രി ഫ്ലാറ്റിലേക്ക് എത്തിയതിനു ശേഷം പിറ്റേ ദിവസം മോർണിംഗിൽ അതായത് പുലർച്ചെ ഒരു 1:30 ആകുമ്പോൾ ഈ കില്ലർ ഇവളുടെ ഫ്ലോറിലേക്ക് വരുന്നുണ്ട്. ഇയാൾ വന്നതിന് ശേഷമുള്ള CCTV ഫൂട്ടേജ് ആണ് ചെക്ക് ചെയ്യേണ്ടത്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്ന ജീനയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതേ ടൈമിൽ ആ കില്ലറിന്റെ വാനിന്റെ പിന്നാലെ ജീനയുടെ അച്ഛൻ ഫോളോ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് ഇവർ ഒരുപാട് CCTV ഫൂട്ടേജ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ അതായത് ചേച്ചി രാത്രി വന്നിട്ടുണ്ട്, പിറ്റേ ദിവസം മോർണിംഗിൽ ഈ കില്ലറുമായി 8th ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോയിട്ടുമില്ല. അപ്പോൾ ഈ മിസ്റ്റർ 5 ആണെങ്കിലോ അല്ല ഈ ചേച്ചി ആ ഫ്ലോറിലാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കാം, പക്ഷെ ഇയാൾ എന്തിനാ ആ ഫ്ലോറിലേക്ക് വന്നേ, അല്ല തിരിച്ചു പോയിട്ടുമില്ല എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ജീന അവിടെ ഒരു കാര്യം ചോദിക്കുന്നത്. അതായത് ലിഫ്റ്റ് വഴി അല്ലാതെ സ്റ്റെയർ കേസ് വഴി പോയിട്ടുണ്ടെങ്കിലോ അവിടുത്തെ CCTV ഫൂട്ടേജ് ചെക്ക് ചെയ്താലോ എന്ന് ചോദിക്കുന്ന ജീനയോട് മിസ്റ്റർ 5 പറയുന്നുണ്ട് ഈ റോസ് മെൻഷൻ എന്ന് പറയുന്നത് ഒരുപാട് പഴയ ബിൽഡിംഗ് അല്ലേ, മാത്രമല്ല ഈ സ്റ്റെയറിലെ CCTV ഒക്കെ വെറുതെ ഷോ ഓഫിന് വെച്ചിരിക്കുന്നതാ, അതൊന്നും മര്യാദയ്ക്ക് വർക്ക് പോലും ചെയ്യത്തില്ല എന്ന് പറയുന്നതും പെട്ടെന്ന് ജീനയ്ക്ക് ഒരു ഐഡിയ കത്തുന്നുണ്ട് കേട്ടോ. അതായത് ഇവരുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത് 117 ആണ്. ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് ഒരു 116 ബിൽഡിംഗ് ഉണ്ട്. അവിടുത്തെ ഏതെങ്കിലും CCTV വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവഴി നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റെയറിൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അത് കാണാൻ പറ്റും. ഇത് ഇവള് മിസ്റ്റർ 5നോട് പറയുന്നതും അപ്പൊ ഇത് കേൾക്കുന്ന മിൻസു ആണെങ്കിൽ ഈ ഒരു അപ്പാർട്ട്മെന്റില് ഇതുപോലെ സ്റ്റെയറിൽ ക്യാമറ ഇല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കും എന്ന് ചോദിക്കുന്നതും അപ്പൊ മിസ്റ്റർ 5 ആണെങ്കിൽ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറയുന്നതും ദേ അവിടെ ഒരു ക്യാമറ ഉണ്ട് കേട്ടോ, അത് വർക്കിംഗ് ആണെന്ന് പറയുന്ന മിസ്റ്റർ 5 ആണെങ്കിൽ എന്നാലും ഈ ജീനിയുടെ ബുദ്ധി അപാരം തന്നെയാട്ടോ എന്നോട് പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യട്ടെ എന്ന് പറയുന്ന മിസ്റ്റർ 5നെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ തന്നെ ആ ഒരു കില്ലറിന്റെ പിന്നാലെ ഫോളോ
ഫോളോ ചെയ്യുന്ന ജീനയുടെ അച്ഛനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവള് വിളിക്കുന്നുണ്ടെങ്കിലും അച്ഛനാണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നീട് ഇവർക്ക് ആ CCTV ഫുട്ടേജ് കിട്ടുന്നുണ്ട്. അതായത് ഒരു സ്റ്റെയറിലൂടെ ഒരാൾ ഇറങ്ങി വരുന്നതും അയാൾ എന്തോ മുഖംമൂടി ഇട്ടിട്ടുണ്ട്, ഒരു റെയിൻ കോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു പെട്ടി എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട്. ഇതെന്റെ ചേച്ചിയുടെ പെട്ടിയാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുന്ന ജീനയോട് തനിക്ക് ഉറപ്പാണോ എന്ന് മിൻസു അവിടെ ചോദിക്കുന്നതും പിന്നീട് ഇവർ നോക്കുന്ന ടൈമിൽ ഇയാൾ ഒരു പെൺകുട്ടീനെ തോളിലേറ്റി പോകുന്നതാണ് കാണുന്നത്. അത് എൻ്റെ ചേച്ചിയാണ്, എൻ്റെ ചേച്ചിയുടെ ഡ്രസ്സ് കണ്ട എനിക്കറിയാമെന്നൊക്കെ പറയുന്നതും അപ്പോൾ മിൻസു ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഒഫീഷ്യലി കിഡ്നാപ്പിംഗ് കേസായി എന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. കില്ലറിനെ ഫോളോ ചെയ്യുന്ന ജീനയുടെ അച്ഛനാണെങ്കിൽ എത്തുന്നത് ഒരു ഫിഷ് ഏരിയയിലേക്കായിരിക്കും കേട്ടോ, ഫിഷിനൊക്കെ വളർത്തുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഈ കില്ലർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ ഒരു കാറ്റിനെ കൊന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ ഈ മീറ്റൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മീനിന് തിന്നാൻ കൊടുക്കുന്നതും ഒരു മീനിനെ എടുത്തിട്ട് അതിൻ്റെ വായിലേക്ക് കുത്തി കയറ്റുന്നുണ്ട് കേട്ടോ. എന്താ കഴിക്കാത്ത, ഇതിന് മുന്നേയും കഴിച്ചിട്ടില്ലെന്ന് പറയുന്നതിലൂടെ ഇത് ഇയാളുടെ സ്ഥിരം ജോലിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നേരത്തെ ഒരു ട്രോമ എന്നോണം കാണിച്ചിരുന്നുവല്ലോ പണ്ട് ഇയാളുടെ ഫിഷിനെ കാറ്റ് തിന്നത്. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമായിരിക്കാം. എന്തായാലും ഇത് കാണുന്ന ജീനയുടെ അച്ഛനാണെങ്കിൽ ശരിക്കും ഷോക്ക് ആകുന്നതും ജീനയാണെങ്കിലും അച്ഛനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ നല്ല ടെൻഷനിലായിരിക്കും. അച്ഛൻ ചെറിയ കുട്ടിയൊന്നുമില്ലല്ലോ, എന്തെങ്കിലും തിരക്കിലായിരിക്കും എന്ന് പറയുന്ന മിൻസുവിനോട് അല്ല ഈ കില്ലർ എവിടെയാണ് താമസിക്കുന്നതെന്ന് അച്ഛൻ ചോദിച്ചിരുന്നു, അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ടെൻഷൻ, ആളുടെ പിന്നാലെ എങ്ങാനും ഇനി അച്ഛൻ പോയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്നൊരു കാര്യം ചെയ്യാം, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം, ഇനി നാളെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർ പോകുന്ന ടൈമിൽ മിസ്റ്റർ ഫൈവിനോട് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന ഒരു പോക്കിൽ മിൻസുവിനോട് ഇവൾ ചോദിക്കുന്നുണ്ട് മിസ്റ്റർ ഫൈവിന് വല്ല പൈസ എങ്ങാനും കൊടുക്കണോ എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന മിൻസു ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കണ്ടില്ലേ അവന് വല്ല ഫുഡൊക്കെ വാങ്ങി കൊടുത്താൽ മതി എന്ന് പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന മിസ്റ്റർ ഫൈവ് ആണെങ്കിൽ ഇയാൾ എന്താ വേണ്ടേ, അങ്ങ് കൊന്നു കളഞ്ഞാലോ എന്നൊക്കെ പറയുന്നുണ്ട്. തിരിച്ചു പോകുന്ന ടൈമിൽ മിൻസു ആണെങ്കിൽ അച്ഛൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, താൻ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇവള് താങ്ക്സ് പറയുന്നതും എന്തിനാ താങ്ക്സ് പറയുന്നത്, ഇതെന്റെ ഡ്യൂട്ടി അല്ലെന്ന് പറയുന്ന മിൻസുവിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അച്ഛനാണെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഇയാൾക്കിട്ട് നന്നായി അടി കൊടുക്കുന്നുണ്ട്. തനിക്ക് എന്നെ അറിയാം, എൻ്റെ മകൾ എവിടെയാടോ എന്നൊക്കെ ചോദിക്കുന്നതും പിന്നീട് ഇയാളായിട്ട് നന്നായി അടിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അച്ഛൻ ഈ സൈറ്റിലൊക്കെ ജോലി ആയതുകൊണ്ട് തന്നെ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടായിരിക്കും കേട്ടോ, അത് വെച്ചിട്ട് ഇയാളുടെ തൊടയൊക്കെ ഇങ്ങനെ തുളയ്ക്കുന്നതാണ് കാണിക്കുന്നത്. ഇയാളാണെങ്കിൽ നന്നായിട്ട് കരയുന്നതും പിന്നീട് ഈ കില്ലറിന്റെ തന്നെ വാനിലേക്ക് കയറ്റുന്നതും ഇയാൾ നന്നായിട്ട് ഉറക്കെ കരയുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. ഓഫീസിലെത്തുന്ന മിൻസുവിനോടാണെങ്കിലോ ഇവന്റെ സീനിയർ നന്നായി ചൂടാകുന്നുണ്ട്, നീ ഇത് എവിടെയായിരുന്നു, ഇന്നത്തെ റിപ്പോർട്ട് എവിടെയെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ആ മിസ്സിംഗ് കേസ് ഉണ്ടല്ലോ സാറേ, അതൊരു സാധാരണ മിസ്സിംഗ് കേസ് അല്ല എന്നിവൻ പറയുന്നതും ഈ സീനിയർ ആണെങ്കിൽ നന്നായിട്ട് ചൂടാകുന്നുണ്ട്. നിന്നോട് അത് അന്വേഷിക്കേണ്ടെന്നല്ലേ പറഞ്ഞത്, അല്ലാതെ തന്നെ ഇവിടെ ഒരുപാട് കേസസ് ഉണ്ടെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ ആ CCTV ഫൂട്ടേജ് സാറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു കിഡ്നാപ്പിംഗ് കേസാണ്, ഇത് ശരിക്കും നമ്മൾ അന്വേഷിക്കേണ്ടത് തന്നെയാണെന്നൊക്കെ പറയുന്നതും ജീനയുടെ അച്ഛൻ തന്റെ കാറ് ആ വാനിൽ അങ്ങ് കണക്ട് ചെയ്തിട്ട് ഈ വാൻ ഓടിച്ചു പോകുന്നതായിട്ടുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ജീനയാണെങ്കിൽ എണീക്കുന്ന ടൈമിൽ അച്ഛൻ വീട്ടിലെത്തിയെന്ന് അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്നതും ആ ടൈമിലാണ് മുകളിൽ നിന്നും ആ പെൺകുട്ടി എന്നത്തെയും പോലെ ബഹളമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾ ഓൾറെഡി സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ബഹളം കേൾക്കുമ്പോൾ ഇവൾക്ക് ദേഷ്യം വരുന്നതും ഇവൾ രണ്ടും കൽപ്പിച്ച് മുകളിലത്തെ നിലയിൽ എത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഡോർ നോക്ക് ചെയ്യുന്ന ടൈമിൽ ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ആണെന്ന് തോന്നുന്ന ഒരാൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെന്താ ഇത്, മറ്റുള്ളവർക്ക് ഇവിടെ താമസിക്കേണ്ടേ, കുറച്ച് മര്യാദയൊക്കെ വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഈ ബോയ് ആണെങ്കിൽ അയ്യോ സോറി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ സിറ്റുവേഷൻ ഒന്ന് തണുപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇയാളുടെ ഭാര്യ അതായത് ആളൊരു സംശയരോഗിയായിരിക്കും കേട്ടോ. ആള് ഇവളുടെ ശബ്ദം കേട്ട് അങ്ങോട്ട് വരുന്നതും ഇതാരാ പുതിയ സെറ്റപ്പ് ആണോ, എപ്പോഴും ഇവളായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ ജീനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ ലേഡി ആണെങ്കിൽ അതിര് വിട്ട് സംസാരിക്കുന്ന ടൈമിൽ ഇവളും വെറുതെ വിടുന്നില്ല, ഇവളെ അടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇയാളാണെങ്കിലോ ഇയാളുടെ വൈഫിനെ എങ്ങനെയൊക്കെ തള്ളി റൂമിൽ കയറ്റുന്നതും ജീന നോക്കുന്ന ടൈമിൽ എല്ലാവരും അതായത് ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഇവളെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. തിരിച്ച് ഇവള് ഫ്ലാറ്റിൽ എത്തുന്ന ടൈമിൽ അവിടെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവള് പോയ ടൈമിൽ വന്നതായിരിക്കണം. ഇവളാണെങ്കിലും അത് തുറന്ന് നോക്കുന്ന ടൈമിൽ അതിലൊരു ഡ്രസ്സ് ഉണ്ടായിരിക്കും, അതെന്ന് വെച്ചാൽ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവൾ ആലോചിക്കുന്നത് ചേച്ചിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇവളിവിടെ വന്ന ടൈമിൽ ഇവള് കബോർഡ് നോക്കുന്ന ടൈമിൽ ചേച്ചിയുടെ കബോർഡിൽ നിന്ന് ഇതുപോലത്തെ ഡ്രസ്സ് കിട്ടിയിരുന്നു. അന്ന് ഇവൾ വിചാരിച്ചിരുന്നു ചേച്ചി തന്നെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ധരിക്കാറുണ്ടോ എന്ന് കേട്ടോ. അപ്പോൾ അതേ ഡ്രസ്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവളാണെങ്കിലോ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് നോക്കുന്ന ടൈമിൽ ഒരു കൊറിയർ വണ്ടി പോകുന്നത് കാണുന്നുണ്ട്. ഇവൾ എത്രയൊക്കെ വിളിച്ചിട്ടും എന്തായാലും വിളി കേൾക്കത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾ അവിടെ നിന്ന് ഇറങ്ങി ഈ വണ്ടിയുടെ പിന്നാലെ ഓടുന്നതും ഇവൾ നന്നായിട്ട് ഓടുന്നത് കൊണ്ട് തന്നെ ആ വണ്ടിയെ കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട്. എന്നാൽ ഡ്രൈവർ ആണെങ്കിൽ ഞങ്ങളൊന്നും കൊറിയർ ചെയ്തില്ലല്ലോ, ആ ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ വന്നതേ ഇല്ല എന്ന് പറയുന്നതും ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ അതേനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞ് ഇവർ അവിടെ നിന്നും പോകുന്ന ടൈമിൽ പെട്ടെന്ന് പിന്നിൽ ചാർലിയുടെ വണ്ടി ഇവൾ കാണുന്നുണ്ട് കേട്ടോ. ഇവൾ കണ്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ ചാർലി ആണെങ്കിൽ ആകെ ധൃതിയൊക്കെ പിടിച്ച് വണ്ടി ഓടിക്കുന്നതും ഇവൾ ചാർലിയുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഇവനാണെങ്കിലും നേരെ ഇവന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നതും പിന്നാലെ വരുന്ന ജീനയാണെങ്കിൽ താൻ എന്തിനാടോ ആ ഒരു കൊറിയർ എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചെന്ന് ചോദിക്കുമ്പോൾ കൊറിയറോ, എന്ത് കൊറിയർ, ഞാൻ അവിടെ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നതാ എന്ന് പറയുന്ന ഇവനോട് ഏത് ഫ്ലാറ്റിലേക്ക് താൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നതെന്ന് ഇവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അത് കൊള്ളാം, അതെന്റെ പ്രൈവസിയാ, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നതും താൻ എന്തിനാ
എന്തിനാടോ ജീനി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുന്ന ചാർലിയോട് എൻ്റെ പേര് ജീനിയാണെന്ന് തനിക്ക് എങ്ങനെയാണോ അറിയുമെന്ന് ഇവളവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ അത് പിന്നെ മുന്നേ വന്നപ്പോൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയുന്നതും നുണ, ഞാൻ ഇതുവരെ എൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല, താൻ തന്നെയാണ് ആ കൊറിയർ അവിടെ കൊണ്ടുവച്ചെന്ന് പറയുമ്പോൾ ഇവൻ സമ്മതിക്കുന്നില്ല. ഇവളാണെങ്കിലോ പെട്ടെന്ന് തന്നെ ഇവൻ്റെ ആ റൂമിലേക്ക് ഓടുന്നുണ്ട് കേട്ടോ. പിന്നാലെ ഓടുന്ന ചാർലി ആണെങ്കിലോ റൂമിലേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. ആ ടൈമിലാണ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. ഇവളാണെങ്കിൽ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് വരുന്നതും എൻ്റെ ചേച്ചിയെ കാണാനില്ല, എനിക്ക് ഇയാളെ നല്ല സംശയമുണ്ട്, ഇയാളിപ്പോൾ കുറച്ച് നേരത്തെ എൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ ഒരു കൊറിയർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നതും ചെക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3-4 ഫ്ലാറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഫ്ലാറ്റ് അല്ല 3-4 തൊട്ടടുത്തായിട്ടുള്ള അപ്പാർട്ട്മെന്റ്, അവിടുത്തെ CCTV മൊത്തം ഒരു സെന്ററിലാണ് ഉള്ളത് കേട്ടോ, ഡോക്യുമെന്റ്സ് ഒക്കെ. പിന്നീട് അത് ചെക്ക് ചെയ്യുന്നതും അപ്പോൾ ഇവളാണെങ്കിൽ കണ്ടോ ഇവൻ 8th ഫ്ലോറിൽ വന്നിട്ടുണ്ട്, താൻ എന്തിനാണോ അങ്ങോട്ട് വന്നേന്ന് ചോദിച്ച് ചൂടാകുന്ന ജീനയോട് അത് കൊള്ളാം, 8th ഫ്ലോറിൽ തൻ്റെ വീട് മാത്രമേ ഉള്ളൂ, താൻ അത്രയ്ക്കും പണക്കാരിയാണോ, എനിക്ക് അവിടെ ഡെലിവറി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ചാർലിയോട് എന്നാൽ ശരി എവിടേക്കാ താൻ ഡെലിവറി ചെയ്യാൻ വന്നേ അത് പറ എന്ന് പറയുമ്പോൾ ഇയാളാകെ അങ്ങ് പരുങ്ങുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ ടൈമിലാണ് വുമൺസ് ക്ലബിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന നെയ്ബർ ലേഡി അങ്ങോട്ട് വരുന്നതും അതെ എൻ്റെ ഫ്ലാറ്റിലേക്ക് ഡെലിവറി ചെയ്യാൻ വന്നത്, അതിനിപ്പോൾ എന്താ കുഴപ്പം, അല്ല തനിക്ക് എന്താ പറ്റിയത്, ഇവിടെ ഇങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാനും CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യണം, മറ്റുള്ളവർക്കൊരു സമാധാനം പോലും തരുന്നില്ലല്ലോ, രാവിലെ ഇതുപോലെ മുകളിലത്തെ ലേഡിയായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടല്ലോ, എന്താ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്ന ടൈമിൽ ജീനയാണെങ്കിൽ വെറുതെ വിടുന്നില്ല കേട്ടോ. ഇവളവിടെ പറയുന്നുണ്ട് എൻ്റെ ചേച്ചിയെ കാണാനില്ല, അത് വലിയ പ്രശ്നമാണ്, അതിനെപ്പറ്റി പറയുന്ന ടൈമിൽ അതൊന്നും കണക്കിലെടുക്കാതെ നിങ്ങൾക്ക് ഈ അപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ബഹളം വെക്കുന്നു, പ്രസ്റ്റീജ് ഇഷ്യൂ, അതൊക്കെയാണോ വലിയ കാര്യം എന്ന് പറയുന്ന ടൈമിൽ അതൊക്കെ തന്നെയാണ് കാര്യം, താനൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കെന്ന് പറഞ്ഞിട്ട് ഈ ആളുടെ കൂടെ കുറച്ച് ലേഡീസ് കൂടി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇവരൊക്കെ കൂടിയിട്ട് ഇവളെ അങ്ങ് പുറത്തേക്ക് തള്ളുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ടെങ്കിലും ഇവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവിടെയുള്ള എല്ലാവരും ഇവളിങ്ങനെ നോക്കുന്നുണ്ട്. ആ ടൈമിൽ ഇവൾക്കാണെങ്കിൽ നന്നായിട്ട് തല ചുറ്റുന്നതും അതുപോലെ നന്നായിട്ട് സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. അതായത് നമ്മൾ പറയുന്നതിൻ്റെ ആ ഒരു കാര്യം ആരും മനസ്സിലാക്കാതെ എല്ലാവരും നമുക്ക് നേരെ ഒരു വിരൽ ചൂണ്ടുന്ന ടൈമിൽ നമുക്ക് എന്ത് ഫീലിംഗ് ആയിരിക്കും, അതുപോലെ തന്നെയാണ് കേട്ടോ ഇവൾക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ചാർലി ആണെങ്കിൽ ആ തക്കം നോക്കിയിട്ട് അയ്യോ എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഇവളെ ടച്ച് ചെയ്യാൻ വരുന്നതും വിടടാന്ന് പറഞ്ഞിട്ട് ഇവൾ ദേഷ്യപ്പെടുന്ന ടൈമിൽ താൻ തൻ്റെ സിസ്റ്ററുടെ പോലെയല്ല, നല്ല സ്ട്രോങ് ആണെന്ന് ഇവൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ നീ എന്താ പറഞ്ഞത്, എൻ്റെ ചേച്ചിനെ നിനക്ക് എങ്ങനെയാണ് അറിയാന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ഇവളെ നോക്കി ചാർലി പറയുന്നുണ്ട്, കണ്ടോ നിങ്ങളൊക്കെ നിൽക്കുന്ന ടൈമിൽ ഇവൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാത്തപ്പോൾ എങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടായിരിക്കും, ഇവൾ ആരാ ഗുണ്ടയാണോ എന്നൊക്കെ പറയുന്നതും. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഒന്നും തിരിച്ചു പറയാനും കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ ബഹളമൊന്നും വെക്കാൻ പറ്റത്തില്ല, പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ അവിടെ നിന്നും പറഞ്ഞയക്കുന്ന ഒരു സാഡ് സീനാണ് കാണിക്കുന്നത്. അതായത് തൻ്റെ ചുറ്റുമുള്ള ആരും തൻ്റെ കൂടെയില്ല, തൻ്റെ ചേച്ചി മിസ്സായ കാര്യം ഇവർക്കൊന്നും ഒരു വിഷയമല്ലാത്ത പോലെ ഇവൾക്ക് അങ്ങ് ഫീൽ ചെയ്യാണ്. ഇതൊക്കെ തന്നെ മറ്റൊരു സ്ഥലത്ത് നിന്ന് റിയ നോക്കി കാണുന്നുണ്ട് കേട്ടോ. അതായത് ഇവൾക്ക് എന്തോ ഇതായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നൊരു തോന്നലൊന്നും അല്ല ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒരു സ്ട്രേഞ്ചർ ലേഡി ജീനേനെ ഫോളോ ചെയ്യുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണിച്ചിരുന്നല്ലോ, ഇവളുടെ നമ്പറൊക്കെ ഹാക്ക് ചെയ്തിരുന്നത് അത് റിയ പറഞ്ഞിട്ടാണ് കേട്ടോ. ഈ പെൺകുട്ടിയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും റിയയ്ക്ക് കൊടുക്കുന്നതും ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ നേരിട്ട് വിളിച്ച് ക്യാഷ് ഒന്നും തരാൻ നിൽക്കണ്ട, ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ തരാം, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് ഈ പെൺകുട്ടി പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇവളാണെങ്കിലോ പിന്നീട് മിൻസുവിനെ വിളിക്കുന്നതും അപ്പോൾ അവനാണെങ്കിൽ അസിസ്റ്റന്റ് ലേഡിയുടെ കൂടെ ആയിരിക്കും കേട്ടോ. അച്ഛനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ലൊക്കേഷൻ ട്രേസ് ചെയ്തു. അപ്പോൾ രണ്ടുപേരും ഒരു ഫിഷിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എവിടെയാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ സംസാരിക്കുന്നത് ഈ അസിസ്റ്റന്റ് ലേഡി കേൾക്കുന്നുണ്ട്. ഫോൺ വെക്കുന്ന ടൈമിലാണെങ്കിലോ അല്ല നിങ്ങൾ എന്തിനാ ഇയാളായിട്ട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ പെരുമാറുന്നത്, മറ്റാരോടും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നതും അത് പിന്നെ ഇത് വിക്ടിമിന്റെ ഫാമിലി അല്ലേ അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നതും ഈ ലേഡിയാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അതെ എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിലാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവളാണെങ്കിലോ മിൻസുവിന് ചീത്തയും വിളിക്കുന്നുണ്ട്. ജീനിയാണെങ്കിലോ പിന്നീട് ഇവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ വർക്കൗട്ട് ചെയ്യണമെന്ന് ബോയ് ഫ്രണ്ട് പറയുന്നതും ഇപ്പോഴും വർക്കൗട്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് വയറൊക്കെ ചാടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ചെയ്യുന്നതാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബോയ് ഫ്രണ്ട് ശരിക്കും ഇവളെ ചീറ്റ് ചെയ്യാണ് കേട്ടോ. അതായത് ഇവന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ആയിട്ട് ഇവൻ നല്ല ക്ലോസ് ആയിട്ട് ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള സീനൊക്കെയാണ് കാണിക്കുന്നത്. എന്നാൽ പാവം ജീനയ്ക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഇവളാണെങ്കിൽ പിന്നീട് അനിയനെ വിളിച്ചിട്ട് അതായത് അച്ഛനെ കാണാനില്ല എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ അനിയന് വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. ചേച്ചി എന്തിനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ടെൻഷൻ അടിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവൾക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നീയൊക്കെ ഒരു അനിയനാണോടാ, ചേച്ചിയെ കാണാനില്ല എന്ന് പറഞ്ഞു, അച്ഛനെ പറ്റി സംസാരിച്ചു, നിനക്ക് എല്ലാം നിസ്സാരാണെന്നൊക്കെ പറഞ്ഞ് ഇവള് ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് പെട്ടെന്ന് മഴ പെയ്യുന്നതും ഇവളാണെങ്കിൽ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറിയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പിന്നിൽ ആരോ വന്ന് നിൽക്കുന്നത് കണ്ട് ഇവള് പേടിച്ച് നോക്കുമ്പോൾ അത് മറ്റാരും ആയിരിക്കില്ല കേട്ടോ, മിൻസു ആയിരിക്കും. പിന്നീട് ഇവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാ ഇങ്ങോട്ട് വന്നേന്ന് മിൻസു. അപ്പോൾ ഇവള് പറയുന്നുണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ക്രൈസിസ് ആയ ടൈമിൽ ഞങ്ങളുടെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ ബിൽഡിംഗ് ഇപ്പം കാണുന്ന പോലെയൊന്നല്ല, ഇതിനേക്കാൾ വളരെ മോശമായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് വന്നത് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ അമ്മ ക്യാൻസർ
മാത്രമായിട്ട് മരിച്ചു, ദേ ഇപ്പം ചേച്ചി. അപ്പോൾ എനിക്ക് എന്തോ ഒരു അൺലക്ക് പോലെയാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന ജീനയാണെങ്കിൽ അയ്യോ ഞാൻ ഒരുപാട് സംസാരിച്ചു അല്ലേ, ബോറടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നിവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ ഇങ്ങോട്ട് എത്തി, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്ന ജീനയോട് അത് പിന്നെ തൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചു, ഞാൻ വറീഡായി, അതുകൊണ്ടാണ് വന്നേന്ന് ഇവൻ പറയുന്നത് കേട്ട് ഇവൾക്കൊന്ന് ടച്ച് ആവുന്നുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു വേർഡൊന്നും ഇപ്പോൾ ഇവൾ കുറച്ചായിട്ടൊന്നും കേട്ടിട്ടില്ല കേട്ടോ. അത് ഇവൾ അവനോട് പറയുന്നുണ്ട്. ആ ടൈമിലാണ് ഇവനൊരു മെസ്സേജ് വരുന്നത്, അതായത് അച്ഛൻ്റെ വണ്ടി ട്രേസ് ചെയ്തു, ഇപ്പോൾ ഇവിടെ എവിടെയുള്ള എന്നുള്ളൊരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് പോയാലോ എന്ന്. അതിനെന്താ ഇപ്പം തന്നെ പോകാമെന്ന് പറയുന്നതും പിന്നീട് കാണിക്കുന്നത് അച്ഛനെ ആയിരിക്കും കേട്ടോ. അതായത് ഈ വാന് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരിക്കും. അച്ഛനാണെങ്കിൽ ഫുഡൊക്കെ വാങ്ങിയിട്ട് ഈ കില്ലറിന് കൊടുക്കുന്നതും കില്ലർ അതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ മകളെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറ, ഞാൻ ആരോടും പറയത്തൊന്നുമില്ല, നീയാണ് അങ്ങനെ ഒളിപ്പിച്ച് വെച്ചത്, നിന്നെ ഞാൻ വെറുതെ വിടാം, ഒരു കംപ്ലൈൻറ്റും ഇല്ല, നീ എന്നോട് അങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നതും ഈ കില്ലറാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും തിരിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ അങ്ങ് ചിരിച്ചു തുടങ്ങുമ്പോൾ ഇത് കാണുന്ന ജീനയുടെ അച്ഛന് ശരിക്കും ഭ്രാന്ത് വരുന്നുണ്ട് കേട്ടോ. ആളാണെങ്കിൽ വീണ്ടും ഡ്രില്ലിംഗ് മെഷീൻ എടുത്തിട്ട് ഇയാളുടെ ഈ തൊടയിൽ ഇങ്ങനെ തുളയ്ക്കുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇയാളാണെങ്കിൽ നന്നായിട്ട് കരയുന്നതും എന്താടാ നിനക്കിപ്പോൾ ചിരിക്കാനൊന്നും തോന്നുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ സംസാരിക്കുന്ന ടൈമിൽ നൈസായിട്ട് അച്ഛൻ്റെ ശ്രദ്ധ മാറുന്നതും ഈ കില്ലറിൻ്റെ കയ്യിൽ കുടിക്കാൻ കൊടുന്ന വെള്ളത്തിൻ്റെ ക്യാൻ ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ മൂടി നല്ല മൂർച്ചയായിരിക്കുമല്ലോ, അതുകൊണ്ട് അച്ഛൻ്റെ കഴുത്തിൽ അങ്ങ് കോറുന്നതും അച്ഛൻ്റെ കഴുത്തിൽ നിന്ന് നന്നായിട്ട് ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ. ആളാണെങ്കിൽ അവിടെ വീണ് പോകുന്നുണ്ട്. പിന്നീട് ഇത്രയും നേരം കരഞ്ഞ കില്ലറിനെ ഒന്നും അല്ല കാണിക്കുന്നത്, ആളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നതും നിന്നെ ഞാൻ സൂര്യപ്രകാശം കാണിക്കില്ല, നിന്റെ ജീവിത അവസാനം വരെ ഞാൻ നിന്നെ ജയിലിലാക്കും, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. അതായത് സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള ഡയലോഗൊന്നും അല്ല പറയുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇതേ ഡയലോഗ് മറ്റൊരാൾ പറയുന്നത് കാണിക്കുന്നുണ്ട്. അതായത് കില്ലറിനോട് മറ്റാരോ പറഞ്ഞ ഡയലോഗാണ് കേട്ടോ കില്ലർ ഇപ്പോൾ ഈ ജീനയുടെ അച്ഛനോട് പറയുന്നത്. സോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.